പല സുഹൃത്തുക്കളും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ ജയൻ ചേട്ടൻ വില്ലനായിട്ട് അഭിനയിച്ച പടങ്ങളെ കുറിച്ച്. അധികാല ധാരണ ജയൻ ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച പടം പഞ്ചമി എന്നാണ്. സത്യത്തിൽ പഞ്ചമിയല്ല. ജയൻ ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം ശാപമോക്ഷം, അതിൽ വില്ലനല്ല. രണ്ടാമത്തെ പടമാണ് പൂന്തേനരുവി, അതിലും വില്ലനല്ല. മൂന്നാമത്തെ പടമാണ് രവികുമാർ നായകനായിട്ട് 74 റിലീസ് ചെയ്ത ഉല്ലാസയാത്ര, അതിൽ ജയൻ ചേട്ടൻ വില്ലനാണ്. രവികുമാറിൻ്റെ അച്ഛൻ തന്നെ പ്രൊഡ്യൂസർ. രവികുമാർ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന പടം അത് 74ലാണ്. പിന്നെ 75ലാണ് പഞ്ചമി വരുന്നത്. ഹരിഹരൻ്റെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ പഞ്ചമിയിൽ ജയൻ ചേട്ടൻ വില്ലനാണ്. പഞ്ചമിക്ക് മുൻപേ 4 പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞ്. ഒന്ന് പോസ്റ്റ്മാനെ കാണാനില്ല, ശാപമോക്ഷം, പിന്നെ പൂന്തേനരുവി, ഉല്ലാസയാത്ര. അതിൽ പോസ്റ്റ്മാനെ കാണാനുള്ള കൂട്ടുണ്ട്, അതിൽ അഭിനയിക്കുന്നൊന്നുമില്ല, അതിൽ ചെറിയൊരു എക്സ്ട്രാ സൈറ്റ്. 3 പടത്തിൽ അഭിനയിച്ചു. പിന്നെ എന്നിട്ട് ഹരിഹരനാണ് ജയനെ കൊണ്ടുവന്നെന്നുള്ള നിലയിലാണ് ഇപ്പോൾ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ പറയും എൻ്റെ പടത്തിൽ പഞ്ചമിക്ക് മുമ്പേ 3 പടത്തിൽ അഭിനയിച്ചു ജയൻ. പിന്നെ ഉദയയുടെ നസീർ കുഞ്ചാക്കോ ടീമിൻ്റെ കണ്ണപ്പനുണ്ണി, അതിന് ജയൻ ചേട്ടൻ ഒരു അസിസ്റ്റൻ്റ് വില്ലാണ്, KP ഉമ്മറിൻ്റെ അസിസ്റ്റൻ്റായിട്ട്. പിന്നെ അപരാജിത ഞാൻ പറഞ്ഞു ഇപ്പോൾ ശശികുമാർ ടീമിൻ്റെ ഈ മനോഹര തീരം IV ശശിൻ്റെ, അതിൽ വില്ലനാണ് മധു നായകൻ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ടൈറ്റിൽ കാർഡിൽ ജയൻ ചേട്ടൻ്റെ പേരെ കൊടുക്കുന്നില്ല. നല്ല റോളാണ് അതിൽ. പക്ഷേ എല്ലാവരും നടന്മാരെ പേര് കാണിച്ചിട്ട് ജയൻ ചേട്ടൻ്റെ പേരില്ല. പിന്നെ സൂത്രക്കാരി വിൻസെൻ്റ് നായകനായ പടം, അതിൽ ജയൻ ചേട്ടൻ വില്ലനാണ്. പിന്നെ മറ്റൊരു കാരണമായി ശശികുമാറിൻ്റെ സോമനും രവികുമാറും, അതിൽ ജയൻ ചേട്ടൻ ഒരു വില്ലനാണ്, കൊടും വില്ലനാണ്, ഒരു പ്രായമായിട്ടുള്ള വില്ലനാണ്. അതുപോലെ പട്ടാളം ജാനകി വിൻസെൻ്റ് നായകൻ, അതിലും ഒരു പ്രായമായിട്ടുള്ള വില്ലനാണ് ജയൻ ചേട്ടൻ. ക്ലൈമാക്സിൽ സുധീറായിട്ട് ഒരു ഫൈറ്റിൽ സുധീർ ജയൻ ചേട്ടനെ കൊല്ലുന്നതായിരുന്നു. മറ്റേ സൂത്രക്കാരിയിൽ വിൻസെൻ്റാണ് കൊല്ലുന്നത് ക്ലൈമാക്സിൽ, ഇതിൽ സുധീർ. പിന്നെ ഒരു പടമാണ് ഹേമന്തരാത്രി രാജശേഖരൻ്റെ, സോമന നായകൻ, അതിൽ ജയൻ ചേട്ടൻ വില്ലനാണ്. അനുഭൂതികളുടെ നിമിഷം, അത് P ചന്ദ്രകുമാറിൻ്റെ, സോമന നായകൻ, ജയൻ ചേട്ടൻ വില്ലനാണ്. അത് നല്ല പാട്ടിലവിടെ. മന്ദഹാസ മധുരതലങ്ങൾ മലരമ്പായേ മന്മദൻ്റെ മനോരഥത്തിൽ തോരണമായി മൗനരാഗ മധുരതരങ്ങൾ. അടിപൊളി പാട്ടാണ് അത്. നല്ല പാടാണ്. പിന്നെ അത് മുക്കുവനെ സ്നേഹിച്ച ഭൂതം ശശികുമാറിൻ്റെ, അതിൽ സോമന നായകൻ, ജയൻ വില്ലനാണ്. പിന്നെ അടിമക്കച്ചവടം, അതിലൊരു സെമി വില്ലനാണ് ഹരിഹരൻ്റെ അവിടെ, സോമന നായകൻ. പിന്നെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ 2 ലോകം ശശികുമാറിൻ്റെ, അതിൽ ജയൻ ചേട്ടൻ വില്ലനാണ്. അത് നല്ല പാട്ടുണ്ട് നസീർ സാറിൻ്റെ. മംഗല്യ താലിട്ട മണവാട്ടി മാനത്തെ അമ്പിളി തമ്പുരാട്ടി മണവാളനില്ലാത്ത മധുവിധുവാണോ നിന്റെ മണിയറയിൽ നീയും തനിച്ചാണോ. പിന്നെ രതിമന്മഥൻ നസീർ സാറിൻ്റെ പടം, ശശികുമാറിൻ്റെ, അതിൽ വില്ലനാണ്. അതേപോലെ തന്നെ നസീർ ശശികുമാർ ടീമിൻ്റെ ജയിക്കാനായി ജനിച്ചത് ശ്രീകുമാരൻ തമ്പിച്ചേട്ട പ്രൊഡ്യൂസ് ചെയ്ത പടം, അതിൽ ജയൻ ചേട്ടൻ വില്ലനാണ്. പിന്നെ നസീർ ശശികുമാർ ടീമിൻ്റെ കൽപ്പവൃക്ഷം, അതിലും ജയൻ ചേട്ടൻ വില്ലനാണ്. അതേപോലെ നസീർ ശശികുമാറിൻ്റെ ശത്രു സമ്മാനം, അതിലും ജയൻ ചേട്ടൻ വില്ലനാണ്. പിന്നെ വിൻസെൻ്റ് മാഷ് സംവിധാനം ചെയ്ത നസീർ സാറിൻ്റെ ആനപ്പാച്ചലിനും വില്ലനാണ്. പിന്നെ മിടുക്കി പൊന്നമ്മ, അതിൽ ജയൻ ചേട്ടൻ മുഴുനീള വില്ലനാണ്. വേറെ നായകന്മാരായിട്ട് ആരുമില്ല, വിൻസെൻ്റ് ഉണ്ട് ഗസ്റ്റ് റോളിലാണ്. പിന്നെ പട്ടാളം ജാനകി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അടവുകൾ 18 വിജയാനന്ദൻ്റെ, രവികുമാറാണ് നായകൻ, ജയൻ ചേട്ടൻ പക്ക വില്ലനാണ്. ഇതാ ഒരു മനുഷ്യൻ മധുചേട്ടൻ നായകനായ പടം, അതിൽ ജയൻ ചേട്ടൻ വില്ലൻ, IV ശശിൻ്റെ പടം. പിന്നെ കന്യക ശശികുമാറിൻ്റെ, അതിൽ മധുചേട്ടനാണ് നായകൻ, ജയൻ ചേട്ടൻ വില്ലനാണ്. പിന്നെ അമൃതവാഹിനി നസീർ ശശികുമാർ ടീമിൻ്റെ, അതിൽ സെമി വില്ലനാണ്. നസീർ സാറിൻ്റെ ഏട്ടനാണ്, പക്ഷേ വില്ലനാണ്. പിന്നെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഹരിഹരൻ്റെ, നസീർ സാർ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് നസീർ സാറിൻ്റെ, അതിൽ ജയൻ ചേട്ടൻ വില്ലനാണ്. ഇനിയും ഇതിൽ
എനിക്ക് ഓർമ്മയില്ലാത്ത കുറേ പടത്തിൽ ജയൻചേട്ടൻ വില്ലനായിട്ടുണ്ട്. ഞാൻ കുറച്ച് പടത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. ഈ പറഞ്ഞ പടത്തിലെല്ലാം ജയൻചേട്ടൻ വില്ലനാണ്. അത് 2 പടത്തിനകത്ത് വയസ്സായ വില്ലൻ, പട്ടാളം ജാനകിയും പിന്നെ മറ്റൊരു കാരണമാണ്. ആനപ്പാച്ചലിൽ 2 ടൈം കാണിക്കുന്നുണ്ട്, വയസ്സായിട്ടും കാണിക്കുന്നുണ്ട്, ചെറുപ്പക്കാരനായിട്ടും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പട്ടാളം ജാനകിയിൽ ചെറുപ്പക്കാരനായതും കാണിക്കുന്നുണ്ട്, പിന്നെ വയസ്സായിട്ട്. മറ്റൊരു കാരണത്തിൽ പിന്നെ ഫുള്ളായിട്ട് വയസ്സായിട്ടാണ്, മുടിയെല്ലാം നിറച്ചിട്ട്. എങ്കിൽ ഇനിയും കാണാം.